നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മരുതൂർക്കര മുരളി നമ്മെ വിട്ടുപോയിട്ട് 12 വർഷം തികയുന്ന ദിവസമാണ്. മുരളി ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ്. ഇവിടെ 2 കൊല്ലേ നിന്ന് പഠിച്ചിട്ടുള്ളൂ എങ്കിലും അതിനുശേഷവും എല്ലാ പെരുമാറ്റം കൊണ്ടും ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് അയാളുടെ പെരുമാറ്റം. 75-ലോ 76-ലാണോ തോന്നുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ് മുരളിയുടെ അച്ഛൻ വലിയ കേശവേട്ടനും കൂടിയിട്ട് ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറഞ്ഞു, എന്നോടായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ എൻട്രോക്കന്മാരുടെ ലിസ്റ്റിൽ ഇയാളെ കൂടി ചേർത്ത് ഇളക്കുന്നൊരു ഭാഷയാക്കിയിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭാഷയാക്കി തരാൻ പറ്റുമോ വെച്ചില്ല, എന്തായാലും ദുശ്ശീലങ്ങളൊന്നും ഞാനായിട്ട് പഠിപ്പിക്കില്ല, പിന്നെ ഇവിടെ ഉള്ള പോലെയൊക്കെയാണ് കഴിയാം, അതൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുരളി ഇവിടെ 2 കൊല്ലം ആണ് താമസിച്ചത്. കുക്ഷപ്പേട്ടിലെ കുന്നംകുളത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാനായിട്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ ദിവസങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ എല്ലാവരുടെയും നാട്ടുകാരുടെ പ്രത്യേകിച്ച് ഒരു വേണ്ടപ്പെട്ട ആളായി. മുരളി തമ്പുരാൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കും കൂടി വളരെ സ്വീകാര്യനായിരുന്നു. അപ്പൊ ആ ഇടയ്ക്ക് ഇവിടെ എന്തോ വിശേഷം ഉണ്ടായി. അപ്പൊ അന്ന് മേഴത്തൂരിന്റെ പ്രധാന ദേഹരണക്കാരനായ VT നാരായണൻ പട്ടേരിപ്പാട് ദേഹരണത്തിനുണ്ട്. അപ്പൊ തലേ ദിവസം വൈകുന്നേരം വേറെ 1-2 ആൾക്കാരൊക്കെ ഉണ്ട് ദേഹരണത്തിന്. അപ്പൊ എന്നോടായിട്ട് ചോദിച്ചു, തന്റെ ഒരു ശിഷ്യൻ ഇവിടെ ഉണ്ടെന്ന് കേട്ടുല്ലോ, അയാള് എവിടെയാ ചോദിച്ചു. അപ്പൊ അയാള് കുന്നംകുളത്തേക്ക് പോടക്കാണ്, പായ തലേണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോടക്കണം. അപ്പൊ താഴത്തിന്റെ ഒരു ദുശ്ചോദ്യം പോലൊരു ചോദ്യം ഉണ്ടായി. അയാള് ബസിന്റെ മുകളിൽ കയറിയിട്ട് ഈ പായും തല, അന്നൊക്കെ ബസിന്റെ മുകളിൽ സാധനങ്ങൾ കയറ്റുന്ന കാല, ഈ പായും തലയൊന്നും അകത്ത് കയറ്റില്ല. അപ്പൊ അത് കയറ്റിയിട്ട് അത് ഇറക്കി കൊണ്ടുവരും വെച്ചു. ചിലപ്പോൾ ഉണ്ടായിന്ന് വരും എന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇയാള് 5-8 പായും തലയെണ്ണയും ഒക്കെ കൂടിയിട്ട് പകുതി അവിടെ റോട്ടിൽ ഇറക്കി വെച്ചിരുന്നതുണ്ട്. എന്നിട്ട് ഏറ്റി വരുന്നുണ്ട്. അപ്പൊ താഴെ ചോദിച്ചു, താൻ ബസ്സിന്റെ മുകളിൽ നിന്ന് കയറി ഇറക്കിയോ ചോദിച്ചു. അപ്പൊ ഞാൻ അതന്നെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ സമ്മതിച്ചേ എന്ന് പറഞ്ഞു താഴെ. പിന്നീട് താഴത്തിന്റെ ദേഹണ്ണപ്പരയിലെ ഒരു പ്രധാന ശിഷ്യനായിട്ട് നിരവധി കാലം ഈ പറഞ്ഞ മുരളി ഉണ്ടായിരുന്നുള്ളത് വേറൊരു സത്യമായിട്ടുള്ള കാര്യം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടെ താമസിക്കുന്ന കാലത്ത് എങ്ങനെ വെച്ചാൽ ഞങ്ങളിങ്ങനെ സിനിമയ്ക്ക് പോവുക, അങ്ങനെ പല പരിപാടികളുണ്ട്. പൂരത്തിന് ഒക്കെ മുരളി ആദ്യം ഉണ്ടാവും. സിനിമയ്ക്ക് പോയാൽ ടിക്കറ്റ് എടുക്കുക, അത് ക്യൂ സിസ്റ്റം ഒന്നും ഇല്ല ഇരുമ്പട്ടിയൊരു തിയേറ്ററിൽ. ആരോഗ്യമുള്ളവർക്ക് പോയി എടുക്കാം. അത് മുരളി 60 പൈസ ടിക്കറ്റാണ് ഒരു സീറ്റ്. ആ സീറ്റിലായിരിക്കുക ഞങ്ങള്. അപ്പൊ 5 ആളോ 8 ആളോ നാട്ടുകാരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി ഇയാള് അത് ഒന്നിച്ച് കയ്യിലിങ്ങോട്ട് പിടിക്കും. എന്നിട്ട് അതുകൊണ്ട് ഈ ഒരു ചെറിയ ഹോളുണ്ട്, അതിലേക്ക് അങ്ങോട്ട് കയറി ചെന്ന് അതാണ് തള്ളി ആ ടിക്കറ്റ് വാങ്ങിയിട്ട് പോരും. മിക്കവാറും ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കട്ട അയാള്, അത്ര മിടുക്കനാണ് അയാള്. അങ്ങനെ ഞങ്ങളുടെ അതിനു മുമ്പ് വേറൊരാളുണ്ടായിരുന്നു അതുപോലെ ടിക്കറ്റ് എടുക്കാൻ. പിന്നെ കുറെ കാലം ഇളനിയായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഇവിടെ അകത്ത് സാഹിത്യത്തിൽ പറയണം, മുരളി കുറച്ച് മാങ്ങ വേണമെന്ന് പറഞ്ഞാൽ പറയേണ്ട സമയമുള്ളൂ, അപ്പോഴേക്കും മുരളി മാങ്ങയായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യത്തിനും അടുക്കളയിൽ സഹായത്തിനും ഒക്കെ മുരളി ഒരു വേണ്ടപ്പെട്ട ആളും കൂടിയായിരുന്നു എല്ലാവർക്കും. പിന്നീട് ദേഹണ്ടപ്പരകളിലായി. അപ്പോഴും പഠിപ്പൊക്കെ കഴിഞ്ഞ് കലക്ടറോളിൽ ജോലിയായിട്ടും എല്ലാ സൗഹൃദവും താല്പര്യം ഒന്നും വേണ്ട വെച്ചിരുന്നില്ല. കൊല്ലത്തിൽ 2-3 ദിവസമൊക്കെ വരും. അതിൽ ഒരു ദിവസം രാത്രി ഇവിടെ താമസിക്കും. ഇടയ്ക്ക് ഞങ്ങള് സിനിമയ്ക്ക് പോകും വല്ലപ്പോഴും. അങ്ങനെ നല്ലൊരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ വേണ്ടിയുള്ള ഒരാളായിരുന്നു മുരളി എന്നുള്ള കാര്യത്തില് ഞങ്ങൾ എപ്പോഴും പറയും. ഇപ്പോൾ മുരളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും എന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ ദൈവം വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് എടുത്തുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. മുരളിയുടെ ഈ ദിവസം മുരളിയെ ഞങ്ങൾ സ്മരിക്കുന്നു, നിത്യശാന്തി നേരുന്നു. എപ്പോഴും മുരളിയെപ്പറ്റി ഞങ്ങൾ എന്തെങ്കിലും പറയാത്ത ദിവസങ്ങൾ കുറവാണ്.